പിണറായി വിജയൻ്റെ നോമിനി ആയിട്ടാണ് GM ഏരിയ സെക്രട്ടറി ആവുന്നതെന്നാണ് വാർത്താമാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഒരു അജണ്ട തന്നെ നടപ്പാക്കുക തന്നെയായിരുന്നു ഉദ്ദേശം. CPM CH അശോകൻ എന്ന് പറയുന്ന ഏരിയ സെക്രട്ടറിയാണ്. ഏരിയ സെക്രട്ടറി ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. ആ ജില്ലാ കമ്മിറ്റി മെമ്പർ ഒരു കൃത്യത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ അറിവുണ്ടാവില്ല എന്ന് വിശ്വസിക്കാൻ മാത്രം വണ്ടിയൊന്നും അല്ല ഞാൻ. അതുകൊണ്ട് തന്നെ ഈ സംഘടനാ സംവിധാനത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു ഏരിയ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഏരിയ സെക്രട്ടറി ഈ സംബന്ധത്തിൽ അറസ്റ്റിലാകുന്നത്. ഇതുവരെ ചരിത്രത്തിലില്ലാത്തൊരു കാര്യമാണ്. ഇത് എത്ര നേതാക്കന്മാർക്ക് നിഷേധിക്കാൻ പറ്റും? എന്നിട്ടും കള്ളത്തരം വിളിച്ചു പറയുന്നവരെ ആളുകളെ പറ്റി എനിക്കൊന്നും പറയാനില്ല. ഇവരുമായിട്ടൊക്കെ ചന്ദ്രശേഖരൻ നല്ല അടുപ്പമായിരുന്നു. വ്യക്തിപരമായിട്ട് ഒരു പ്രശ്നങ്ങളും, രാഷ്ട്രീയ പ്രശ്നങ്ങളല്ലാതെ ഇവരുമായിട്ട് നല്ല ബന്ധമായിരുന്നു. ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. ഇപ്പം ബ്രാഞ്ച് തലം ലോക്കൽ ഏരിയ വരെ എത്തി അന്വേഷണം സുതാര്യമായിട്ടാണോ പോകുന്നത്? അന്വേഷണം സത്യസന്ധമായിട്ടാണോ പോകുന്നത്? ഇതുവരെയുള്ള അന്വേഷണത്തിൽ എനിക്ക് തൃപ്തിയുണ്ട്. പക്ഷെങ്കിൽ പൂർണ്ണ തൃപ്തിയാണെങ്കിൽ ഇതിൻ്റെ എല്ലാ ആളുകളെയും വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടി കഴിയണം. അത് കഴിയും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഇല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അതിനുശേഷം ആലോചിക്കും. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് 5 വർഷം തോറും മാറി മാറി വരുന്ന ഭരണ സംവിധാനം, 5 വർഷം LDF ഭരിക്കുന്നു, 5 വർഷം UDF ഭരിക്കുന്നു. പോലീസ് ഇവരുടെ കീഴിലാണ് പ്രവർത്തിക്കേണ്ടത്. ചങ്കുറപ്പുള്ള ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു പരിധി വിട്ട് അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകും. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? അത്ര സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാരും പോലീസിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ സ്വാഭാവികമായും താങ്കളുടെയും മൊഴി രേഖപ്പെടുത്തി കാണും. മനസ്സിലുള്ള പേരുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതിൽ ഈ പറഞ്ഞവരൊക്കെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടവരൊക്കെ ഉണ്ടോ? അതൊന്നും ഇപ്പോൾ പറയുന്നില്ല. എല്ലാ പേരുകളും ഞാൻ പറഞ്ഞിട്ടുണ്ട്, മൊഴി കൊടുത്തിട്ടുണ്ട്. സംസ്ഥാന നേതൃത്വം വരെ പോകണം ഇതിൻ്റെ അന്വേഷണം. എങ്കിൽ മാത്രമേ ഇത് യഥാർത്ഥ അന്വേഷണമാവുകയുള്ളൂ, അന്വേഷണം സുതാര്യമാവുകയുള്ളൂ. അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. അവസാനത്തെ കണ്ണി വരെ അറസ്റ്റ് ചെയ്യപ്പെടണം, വെളിച്ചത്ത് വരണം. എങ്കിൽ മാത്രമേ ഇത് സുതാര്യമായിട്ട് പോകാൻ എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ മത്സരിച്ച CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ച സതീ ദേവി പരാജയപ്പെടുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജയിക്കുന്നു. RMPയുടെ കൂടെ സഹകരണം ഉണ്ടായിരുന്നു. അതിൽ DGP ജേക്കബ് പുന്നൂസ് പറഞ്ഞതുപോലെ ഇതിൽ വ്യക്തിപരമായിട്ടുള്ള ചില വിദ്വേഷത്തിൻ്റെ പുറത്ത് നടന്ന ഒരു കൊലയായി കൂടി ഇതിനെ വ്യാഖ്യാനിക്കാം. ആ ഒരു സംഭവം വ്യക്തി വിദ്വേഷത്തിന് കാരണമായി അങ്ങനെ കരുതുന്നുണ്ടോ? അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജൻ്റെ പേര് ഇതിലിങ്ങനെ ആവർത്തിച്ച് പറയപ്പെടുന്നുണ്ട്, കാണുന്നുണ്ട് മാധ്യമങ്ങളിൽ. ജയരാജൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഇതിൻ്റെ പിറകിലുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എല്ലാം അന്വേഷണം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ ഘട്ടത്തിൽ അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസമാണ്. ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഞാൻ തൃപ്തയാണ്. CBI അന്വേഷണമാണെന്നുള്ള ആവശ്യം ഉയരുന്നില്ല ഈ ഘട്ടത്തിൽ. അതിനെപ്പറ്റി ഇപ്പം ആലോചിച്ചിട്ടില്ല. വേണ്ടി വന്നാൽ ആലോചിക്കും. മരണപ്പെട്ടതിന് ശേഷം ഏതൊക്കെ CPM നേതാക്കൾ വിളിച്ചിട്ടുണ്ട് ആശ്വസിപ്പിക്കാനെങ്കിലും? CPMൻ്റെ നേതാക്കൾ ഒരുപാട് പ്രാദേശിക നേതാക്കന്മാർ, പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആളുകളൊക്കെ വിളിച്ച് ആശ്വസിപ്പിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിലും അല്ലെ സഖാവ് NN കൃഷ്ണദാസ് വന്നു എന്നല്ലേ ഇവിടെ. ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് DYFIയിൽ ഉണ്ടായിരുന്നു. ഞാനും ആ സഖാവും കൂടി ഒരു 20 ദിവസം ഒരു ജാഥ നടത്തി. DYFIൻ്റെ ഒരു ജാഥ കാസർഗോഡ് മുതൽ എറണാകുളം വരെ 20 ദിവസം നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വ്യക്തിപരമായിട്ട് കൃഷ്ണദാസിനെ ചേച്ചിയും എല്ലാം നല്ല അടുപ്പായിരുന്നു. ഈ ജീവനിൽ ഭീഷണി ഉള്ളതുകൊണ്ടാണ് പലരും സംസ്കാര ചടങ്ങിൽ പോലും പങ്കെടുക്കാതിരുന്നത്. സഖാവ് VS അച്യുതാനന്ദൻ മാത്രമേ പങ്കെടുത്തുള്ളൂ. ഈ പറയുന്നതിലൊക്കെ ആത്മാർത്ഥതയുണ്ടോ? ഒരാത്മാർത്ഥതയില്ല. അത് അവരാണ് ചെയ്തതെന്ന് അവർക്ക് അറിയാവുന്നത് കൊണ്ടാണ് പങ്കെടുക്കാതിരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. CPM ആണ് ചെയ്തത് എന്നുള്ളത് കൊണ്ടാണ് ആരും പങ്കെടുക്കാൻ ധൈര്യം കാണിക്കാതിരുന്നത്. ഏറ്റവും ഒടുവിൽ ജീവന് ഭീഷണി ഉള്ളതുകൊണ്ടാണ് സാംസ്കാരിക നായകർ പോലും പ്രതികരിക്കാതിരുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ പറയുന്ന ഈ സാംസ്കാരിക നായകന്മാരെ പറ്റി ഞാൻ എന്ത് പറയാനാണ്? ഒരുപാട് ആളുകൾ എന്നെ വന്ന് ആശ്വസിപ്പിക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്. എഴുത്തുകാരി സുധീര ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും വിളിക്കുന്നുണ്ട്. എനിക്ക് വല്ലാതെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാ സാംസ്കാരിക നായകരും അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരുപാട് സാംസ്കാരിക നായകന്മാർ ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ നേതാക്കൾ എന്തിനേതിനും പ്രതികരിക്കുന്ന കൂട്ടത്തിലാണ് ശൈലജ ടീച്ചറും അതുപോലെ ശ്രീമതി ടീച്ചറൊക്കെ. ഒന്ന് വിളിക്കുകയെങ്കിലും ചെയ്തു? ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. അവർ എങ്ങനെയാണ് CPM ചെയ്ത ഒരു കൃത്യത്തിന് അവർക്ക് വിളിക്കാൻ കഴിയും? അല്ലെങ്കിൽ CPM ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഒരു സ്വതന്ത്ര സംഘടന ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. പാർട്ടി പറയുന്നതിൽ അപ്പുറത്തേക്ക് അവർക്കൊരു കാര്യവും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ കണ്ണീരിലൊന്നും അർത്ഥമില്ല? എനിക്ക് തോന്നുന്നില്ല. അസോസിയേഷൻ്റെ പ്രാദേശിക നേതാക്കൾ വന്ന് കണ്ടിരുന്നു? ആരും വന്നിട്ടില്ല. ഞാൻ ആ മഹിളാ അസോസിയേഷനിൽ ഒരുപാട് കാലം പ്രവർത്തിച്ച ഒരാളാണ്. ഇവരുമായിട്ടൊക്കെ അടുപ്പമുണ്ടോ?
ഇതുവരെ അടുപ്പുണ്ടായിരുന്നു, നല്ല ബന്ധം പുലർത്തിയിരുന്നു. ഈ സംഭവത്തിന് ശേഷം മാത്രമാണ് ആരും വാതിലാലിരുന്നത്. പിന്നെ ഇത്രയൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ CPM-ൻ്റെ ജയരാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ഒരു ഭർത്താവ് മരിച്ച ഭാര്യയുടെ ജൽപ്പനങ്ങളായിട്ട്. അങ്ങനെ ഇതിനെ ആരും വ്യാഖ്യാനിക്കേണ്ടതില്ല. ഒരു ഭർത്താവ് മരിച്ച ഭാര്യയുടെ ജൽപ്പനങ്ങളല്ല ഇത്. ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകയായിരുന്നു, സംഘടനാ പ്രവർത്തകയായിരുന്നു. എനിക്ക് നന്നായിട്ട് രാഷ്ട്രീയ ബോധമുണ്ട്, സംഘടനാ ബോധമുണ്ട്. അങ്ങനെ ഒരു വികാര പ്രകടനമായിട്ട് ഒരൊറ്റ CPM നേതാക്കന്മാർ ഇതിനെ കാണേണ്ടതില്ല. CPM-ന്റെ രാഷ്ട്രീയം എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ആളാണ് ഞാൻ. എനിക്ക് എൻ്റെതായ വ്യക്തിത്വമുണ്ട്. ഇതിൽ പാർട്ടിയിൽ ഇതിൽ സഖാവ് VS അച്യുതാനന്ദൻ്റേത് ഒറ്റപ്പെട്ട ശബ്ദമാണ്. ഈ കൊലപാതക രാഷ്ട്രീയത്തിൽ പ്രതിഷേധിച്ചെങ്കിലും VS പുറത്തു വരണം എന്നുള്ളൊരു അഭിപ്രായമുണ്ടോ രമയ്ക്ക്? അത് VS തീരുമാനിക്കട്ടെ. VS-നും ആത്മാർത്ഥതയില്ല. ഒരു സന്ദർഭം കിട്ടിയപ്പോൾ പിണറായി അടിക്കാനുള്ളൊരു വടിയായി ഇതിനെ ഉപയോഗിക്കുന്നു. അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. RMPയുടെ പ്രവർത്തനങ്ങളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? ചന്ദ്രശേഖരൻ എന്താണോ ഉയർത്തിയ ആശയം, എന്തിനു വേണ്ടിയിട്ടാണോ നിന്നത്, അത് ഇനിയും പൂർവാധിക ശക്തിയായിട്ട് മുന്നോട്ട് പോകും. ഒരു ചന്ദ്രശേഖരൻ മരിച്ചാലും ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ആശയങ്ങൾ ജനങ്ങളെ മനസ്സിൽ വേരുറച്ചു കഴിഞ്ഞു. അതിൻ്റെ തെളിവാണ് പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ, പല ആളുകളും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നു, പാർട്ടി സഖാക്കളുണ്ട്. അതുകൊണ്ട് ഈ പ്രസ്ഥാനം തകരില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ പ്രചരണം മറിച്ചാണല്ലോ. RMP വിട്ട് പലരും CPM-ലേക്ക് പോയി. RMP ദുർബലപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ എന്തിന് ചന്ദ്രശേഖരനെ വധിക്കണം എന്നുള്ള ചോദ്യമാണ്, പ്രസക്തമായൊരു ചോദ്യമാണ് മുന്നോട്ട് വെച്ചത്. അങ്ങനെ ഒരു തിരിച്ചുപോക്ക് അല്ലെങ്കിൽ ഒരു കൊഴിഞ്ഞുപോക്കുണ്ടായിരുന്നു? അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഒരു സഖാവ് പോലും ഈ RMP വിട്ടിട്ട് CPM-ലേക്ക് തിരിച്ചു പോയിട്ടില്ല. അത് അവർ പുറത്ത് പറയുന്ന അവരുടെ കള്ളപ്രചരണങ്ങൾ മാത്രമാണ് എന്നുള്ളത് ഈ പ്രദേശത്തുള്ള ഒഞ്ചിത്തുള്ള ആളുകൾക്കറിയാം. CPM-ലില്ലാത്ത മറ്റുള്ള ജനവിഭാഗങ്ങൾ, പൊതുജനങ്ങൾക്കറിയാം. അത് പലപ്പോഴും അവർ പല പ്രാവശ്യം കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം മാത്രമായിട്ട് ഞാൻ അതിനെ കാണുന്നു. ഒരു സഖാവ് പോലും ഇതുവരെ RMP വിട്ടിട്ട് പുറത്തു പോയിട്ടില്ല എന്ന് മാത്രമല്ല, ഓരോ പരിപാടികളും പൂർവാധിക ശക്തിയോടുകൂടിയാണ് ഞങ്ങൾ നടത്തിയത്. ഈ ഏറ്റവും അവസാനമായിട്ട് ഏപ്രിൽ 30-ൻ്റെ പരിപാടി ഉൾപ്പെടെ അതിഗംഭീരമായ പരിപാടിയായിട്ട് നല്ല ജനപങ്കാളിത്തത്തോടു കൂടി എല്ലാ സഖാക്കളും ധീരമായി ഉറച്ചു നിന്നുകൊണ്ടാണ് ഇത്രയും ഭീഷണികളെയും വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ഈ ഒഞ്ചിയത്ത് 932 സഖാക്കളെ രൂപീകരിച്ച കാലത്ത് ഉണ്ടാവാത്ത അത്ര വെല്ലുവിളികൾ, അതിനേക്കാളും ഭീകരമായ രൂപത്തിലേക്കുള്ള വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് റവല്യൂഷണറി പ്രസ്ഥാനം ഈ ഒഞ്ചിയ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിൽ ഇത് പുറകോട്ട് പോയിട്ടില്ല, ഒരാൾ പോലും കൊഴിഞ്ഞു പോയിട്ടുമില്ല. അല്ല, ചന്ദ്രശേഖരനോടുള്ള പ്രകോപനത്തിന് കാരണം തന്നെ ഈ റാലിയുടെ വൻ വിജയമാണോ? തീർച്ചയായിട്ടും ഏരിയ സമ്മേളനം അവർ നടത്തില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞതായിരുന്നു. ഇവിടെ CH അശോകൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ മാർച്ച് 4-ൻ്റെ പരിപാടിക്ക് ഉൾപ്പെടെ പൊതുയോഗത്ത് സംസാരിച്ചത് ഏരിയ സമ്മേളനം ഒരു കാരണവശാലും നടത്താൻ അനുവദിക്കില്ല, അത് ഈ മണ്ണിൽ നടക്കില്ല എന്നായിരുന്നു. പക്ഷേ ആ ഏരിയ സമ്മേളനവും നല്ല വിജയത്തോടു കൂടി ഒരുപാട് ജനങ്ങൾ അണിനിരത്തിക്കൊണ്ട് ഏറ്റവും നല്ല പങ്കാളിത്തത്തോടു കൂടി ഏരിയ സമ്മേളനം നടത്തി. അതിനുശേഷം ഏപ്രിൽ 30-ൻ്റെ പരിപാടി ഒരു നാടകം ഉൾപ്പെടെ വെച്ചുകൊണ്ട് അതിഗംഭീരമായി നടത്താൻ വേണ്ടി കഴിഞ്ഞു. അതൊക്കെ തന്നെയാണ് ഏറ്റവും അവസാനമായിട്ട് ഇവരെ ഇനി ഇത് വെച്ച് ചന്ദ്രശേഖരൻ നശിച്ചാൽ ഈ പ്രസ്ഥാനം നശിക്കുമെന്നാണ് കണക്കുകൂട്ടലിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷേ അവർക്ക് തെറ്റിപ്പോയി എന്നേ ഞാൻ പറയുള്ളൂ. അല്ല, ഇവിടെ ജില്ലാ സമ്മേളനത്തിൽ തന്നെ ഒരു സംസ്ഥാന നേതാവ് പറയുകയുണ്ടായി, ഇതിൻ്റെ വിജയത്തിന് ശേഷം ഇനി ഇദ്ദേഹത്തെ കൊണ്ട് മുന്നോട്ട് പോകുന്നത് ശരിയല്ല. അങ്ങനെ ആ തരത്തിലുള്ള ഒരു ആഹ്വാനം കൊടുത്തിരുന്നു എന്നും കേൾക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ചന്ദ്രശേഖരൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു? ചന്ദ്രശേഖരൻ പറയുമായിരുന്നു ഭീഷണി ഏത് തരത്തിലും. അതും ഏപ്രിൽ 30-ൻ്റെ അവസാനത്തെ പ്രസംഗത്തിൽ പോലും ചന്ദ്രശേഖരൻ പറഞ്ഞിരുന്നത് ഞങ്ങളിൽ ഒരാൾ മരിച്ചു വീണാൽ പോലും ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകും എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ സഖാവിന് ബോധ്യം ഉണ്ടായിരിക്കാമേ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളത്. ജീവനിൽ ഒട്ടും ഭയമില്ലായിരുന്നു. രാത്രി എല്ലാ ദിവസവും ഈ പാർട്ടി നേതാക്കന്മാർ 9 മണിക്ക് 10 മണിക്ക് വീട്ടിലെത്തുന്ന പോലെയല്ല ചന്ദ്രശേഖരൻ. രാത്രി 12 മണി വരെ 1 മണിയായതിനു ശേഷമേ വീട്ടിൽ വരൂ. ഓർക്കാട്ടിരി ടൗണിൽ നിന്ന് എല്ലാ സഖാക്കളെയും കണ്ട് എല്ലാ ആളുകളോടും സംഘടനാ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഏറ്റവും അവസാനത്തെ കണ്ണി പോയതിന് ശേഷം മാത്രമേ വീട്ടിലേക്ക് എത്തൂ, കുടുംബകാര്യങ്ങൾ വീട്ടിലേക്ക് എത്താറുള്ളായിരുന്നു. അല്ല, അന്ന് വഴിമാറി സഞ്ചരിക്കാൻ ആരെങ്കിലും വിളിച്ചിരുന്നു അങ്ങനെ സുഹൃത്തുക്കൾ? എനിക്കതിനെപ്പറ്റി അറിയില്ല. എങ്ങനെയാണ് അവിടെ എത്തിയെന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല. അംഗരക്ഷകരില്ലാതെ എത്ര CPM നേതാക്കന്മാർക്ക് കേരളത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റും? അതെ, എല്ലാ CPM നേതാക്കളും മാതൃകയാക്കേണ്ട ഒരു സംഘടനാ പ്രവർത്തനമാണ് ചന്ദ്രശേഖരൻ്റെത്. ഒരു അംഗരക്ഷകരില്ലാതെ പറഞ്ഞു നടക്കുക മാത്രമല്ല, ഒരു പാർട്ടി പ്രവർത്തനം ഇല്ലാതെ രാത്രി ധൈര്യസമേതം നടക്കുന്ന എത്ര നേതാക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട്? സംസ്ഥാന നേതാക്കൾ പോട്ടെ, ഏരിയ തലത്തിലോ ജില്ലാ തലത്തിലോ ഉണ്ടോ നേതാക്കന്മാർ? താങ്കളുടേത് പാർട്ടി കുടുംബമാണ്. അച്ഛൻ പാർട്ടി പ്രവർത്തകനാണ്, സഹോദരി പ്രധാനപ്പെട്ട ഒരു സ്ഥാനം വഹിക്കുന്നു.
ഇനിയെങ്കിലും അവർ RMP ആയിട്ട് സഹകരിക്കുന്നു തോന്നുന്നുണ്ടോ? ഒരാളെ പോലും നിർബന്ധിച്ച് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് നിർത്തണം എന്നുള്ളത് ചന്ദ്രശേഖരനും ആഗ്രഹിച്ചില്ല, ഞാനും ആലോചിക്കത്തില്ല. അതൊക്കെ അവരവരുടെ രാഷ്ട്രീയ അവർ കാര്യങ്ങൾ മനസ്സിലാക്കി തിരിച്ചു വരുന്ന സമയത്ത് വരും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അവർക്കിപ്പോൾ CPM-നോട് എന്ന് പറഞ്ഞാൽ അവർ CPM ആയിട്ട് യോജിച്ചു പോകുന്നു, പ്രവർത്തിച്ചു പോകുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. അവർക്ക് മനസ്സിലായി CPM എന്താണെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണോ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടത്? കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധ യോഗങ്ങളിലൊക്കെ അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിരിക്കാം. കഴിഞ്ഞ ദിവസം CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി വളരെ രസമുള്ളൊരു പ്രസ്താവന ഇറക്കി. പട്ടിക തയ്യാറാക്കി പലരെയും കൊലപ്പെടുത്തിയിട്ടുണ്ട്, ഇനിയും കൊല്ലും എന്നുള്ളത് CPM-ൻ്റെ നയമാണ്. അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ പുറത്തു പറഞ്ഞിരിക്കുന്നത്. മണിയുടെ പ്രസ്താവനയെക്കുറിച്ച് എന്താ പറയാനുള്ളത്? പ്രസ്താവന കേട്ടപ്പോൾ തന്നെ ഇനിയൊരു കോടതിൻ്റെയും കേസിൻ്റെയും ആവശ്യമില്ലല്ലോ, നേരെ തുറന്നു പറഞ്ഞല്ലോ ചെയ്തു എന്നുള്ളത്. ഇനി അതിൽ പരം തെളിവെന്ത് വേണം കേസെടുക്കാൻ വേണ്ടിയിട്ട്? ഇതാണ് CPM-നെ ഭരിക്കുന്ന നേതാക്കന്മാർ. കേട്ടപ്പോൾ വല്ലാതെ അത്ഭുതം തോന്നി ഈ CPM-ൻ്റെ പോക്ക്, ഇന്നത്തെ പോക്ക് കണ്ടപ്പോൾ. UDF ഇതിനെ ഒരു രാഷ്ട്രീയ പ്രചരണത്തിനുള്ള, എസ്പെഷ്യലി നെയ്യാറ്റിങ്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു, അതിനുള്ളൊരു രാഷ്ട്രീയ പ്രചരണ ആയുധമായി ചന്ദ്രശേഖരൻ്റെ വധം ഉപയോഗിച്ചു എന്ന് കരുതുന്നുണ്ടോ? അല്ലെങ്കിൽ അക്കൂട്ടർക്ക് ഇതിൽ ആത്മാർത്ഥതയുണ്ടോ? എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ രാഷ്ട്രീയ കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റി കൂടുതൽ അഭിപ്രായം ഞാനിപ്പോൾ പറയുന്നില്ല. അല്ലടെ BJP ഒരു കാര്യം പറയണ്ട, ജൂൺ 2 നെയ്യാറ്റിങ്കര ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ചന്ദ്രശേഖരനോടുള്ള സ്നേഹം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഈ ശൗര്യം ഉണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞാൽ LDF-ഉം UDF-ഉം സമരസപ്പെടും, ചന്ദ്രശേഖരനെ വിസ്മരിക്കും. അങ്ങനെ തോന്നുന്നുണ്ടോ? ഒരു ഘട്ടത്തിൽ ഇതൊക്കെ അന്വേഷണം വഴിതെറ്റും എന്നുള്ള അങ്ങനെ ഒരു ധാരണയുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ, കരുതുന്നുണ്ടോ? എനിക്കിപ്പോൾ അങ്ങനത്തെ വിശ്വാസങ്ങളൊന്നുമില്ല, അത്തരം ധാരണകളൊന്നുമില്ല. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പം ഭാവി പരിപാടി എന്താ? ഇവിടെ ഇങ്ങനെ ഒതുങ്ങി കൂടലാണോ? പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുമോ? RMPയുടെ നേതൃനിരയിലേക്ക് കടന്നു വരുമോ? RMPയുടെ റവല്യൂഷണറിയുടെ പ്രവർത്തനത്തിൽ ഞാൻ എന്നും ഉണ്ടായിരുന്നു, അതുപോലെ ഇനിയും തുടർന്നും ഉണ്ടാകും. നേതൃനിരയിൽ എന്താണെന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും ആലോചിച്ചിട്ടില്ല, തീരുമാനിച്ചിട്ടില്ല. എന്തായാലും കൂടുതൽ കരുത്താർജിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വർത്തമാനത്തിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി.